Welcome back to our 31-day English fluency course. This course is specially designed for students to improve their speaking, writing, basic grammar and their confidence. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. Today is our day 2 and our topic is greetings and pronouns in English. Let us start. First, let's learn about greetings. നമുക്കിവിടെ ഗ്രീറ്റിംഗ്സിനെ കുറിച്ച് ആദ്യം പഠിക്കാം. വാട്ട് ആർ ഗ്രീറ്റിംഗ്സ്? ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീറ്റിംഗ്സ് ആർ വേർഡ്സ് ഓർ സെൻറ്റൻസസ്. അപ്പോൾ ഗ്രീറ്റിംഗ്സിൻ്റെ മലയാളം അഭിവാദനങ്ങൾ എന്നാണ്. അഭിവാദ്യങ്ങൾ. അപ്പോൾ ഈ അഭിവാദ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വാക്കുകളാവാം, വാചകങ്ങളാവാം. ദാറ്റ് വി യൂസ് ടു സേ ഹലോ, വെൽക്കം സംവൺ ഓർ സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. അപ്പോൾ മറ്റുള്ളവരെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഒരു സംഭാഷണം ആരംഭിക്കുവാനോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരം തുടങ്ങുവാനോ ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് ഗ്രീറ്റിംഗ്സ് എന്ന് പറയുക. ആളുകളെ അഭിവാദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഗ്രീറ്റിംഗ്സ്. There are two types of greetings. One is formal greetings, that is in a respectful manner. അപ്പോൾ ആദ്യത്തെ ഫോർമൽ ഗ്രീറ്റിംഗ്സ് ഔപചാരിക അഭിവാദ്യങ്ങളാണ്. അത് നമ്മൾ വളരെ ബഹുമാനപൂർവ്വം അഭിവാദ്യം ചെയ്യുന്ന രീതിയാണ്. ദെൻ സെക്കൻഡ് വൺ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ്, ദാറ്റ് ഈസ് ഇൻ എ ഫ്രണ്ട്ലി ഓർ കാഷ്വൽ വേ. ഇപ്പോൾ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് പ്രധാനമായിട്ട് നമ്മൾ കൂട്ടുകാരോടും അല്ലെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരോടും ഒക്കെ നടത്തുന്ന സംഭാഷണങ്ങളാണ്, അഭിവാദ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് ഗ്രീറ്റിംഗ്സ് ഉള്ളത്, അഭിവാദ്യങ്ങളുള്ളത്. ഫോർമൽ ഗ്രീറ്റിംഗ്സ് ആൻഡ് ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ്. ഫസ്റ്റ് വൺ ഈസ് ഫോർമൽ ഗ്രീറ്റിംഗ്സ്, ഔപചാരിക അഭിവാദ്യങ്ങൾ. These are polite and respectful expressions that we used in professional, academic or respectful situations. ഇപ്പോൾ ഔപചാരിക അഭിവാദ്യങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുക അക്കാഡമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബഹുമാനം നൽകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിലും പ്രൊഫഷണൽ ആയിട്ടുള്ള സാഹചര്യങ്ങളിലുമൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോർമൽ ഗ്രീറ്റിംഗ്സ് നമ്മൾ നടത്തുക. യു ക്യാൻ യൂസ് ദം വെൻ വി ടോക്ക് ടു ടീച്ചേഴ്സ്, എൽഡേഴ്സ്, സ്ട്രേഞ്ചേഴ്സ് ഓർ ഇൻ ഒഫീഷ്യൽ സെറ്റിങ്സ്. അപ്പോൾ ഔപചാരിക അഭിവാദ്യങ്ങൾ എവിടേക്ക് ഉപയോഗിക്കണം? വെൻ വി ടോക്കിംഗ് ടു ടീച്ചേഴ്സ്, എൽഡേഴ്സ്, office or other professional situations, then talking to unknown people. ഇപ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഫോർമൽ ഗ്രീറ്റിംഗ്സ്, ഔപചാരിക അഭിവാദ്യങ്ങൾ സാധാരണഗതിയിൽ പറയുക. ഫസ്റ്റ് വൺ ഇസ് ടൈം ബേസ്ഡ് ഗ്രീറ്റിംഗ്സ്. ടൈം ബേസ്ഡ് ഗ്രീറ്റിംഗ്സ് ആർ യൂസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദി ടൈം ഓഫ് ദ ഡേ. ഇപ്പോൾ ഓരോ ദിവസത്തെയും പല സമയങ്ങളനുസരിച്ച്, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി ഒക്കെ അനുസരിച്ച് നമ്മൾ പലതരത്തിലാണ് ആളുകളെ ഗ്രീറ്റ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കുക. ഗുഡ് മോർണിംഗ്, ഫസ്റ്റ് വൺ ഗുഡ് മോർണിംഗ്, ദാറ്റ് വി യൂസ് ഫ്രം ഏർലി മോർണിംഗ് ടു 12 PM. അതായത് ഉച്ചയ്ക്ക് 12 മണി വരെ, അതായത് രാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയുള്ള സമയത്ത് നമ്മൾ എന്തു പറഞ്ഞാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, good morning grandpa, good morning mummy, good morning dad, good morning my son, good morning teacher, good morning everyone, good morning, how are you, like that. Then from 12 PM to around 5 PM we should use good afternoon, good afternoon. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ,
Good afternoon, grandpa. Good afternoon, teacher. Good afternoon, my son. Good afternoon, my child. Like that. From 5 p.m. onwards, that means when meeting someone, നമ്മൾ വൈകുന്നേരം 5 മണി മുതൽ രാത്രി ഏകദേശം ഒരു 11 മണി വരെ സമയത്ത് നമ്മൾ ആളുകളെയൊക്കെ കണ്ടുമുട്ടുന്ന നേരങ്ങളിലൊക്കെ നമ്മൾ എന്ത് പറഞ്ഞാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ഗ്രാൻഡ് പാ, ഗുഡ് ഈവനിങ് മമ്മി, ഗുഡ് ഈവനിങ് ഡാഡ്, ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്, ഗുഡ് ഈവനിങ് അപ്പു, ഗുഡ് ഈവനിങ് മൈ ചൈൽഡ്, ഗുഡ് ഈവനിങ് ടീച്ചർ, good evening sir, like that. Then before going to bed or leaving at night, we should say good night, good night. അത് നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ തമ്മിൽ ഉള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ വിട വാങ്ങുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ് വിട വാങ്ങണം? ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പപ്പ, ഗുഡ് നൈറ്റ് ഡാഡ്, ഗുഡ് നൈറ്റ് മമ്മി, ഗുഡ് നൈറ്റ് മൈ സൺ. ഇനി ഈ വിടവാങ്ങൽ നമ്മൾ പകലാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ് പറയുക? ഗുഡ് ഡേ ടു യു, ഗുഡ് ഡേ ടു യു അങ്ങനെ പറയാം. ഗുഡ് ഡേ ടു യു. ശരി, വീണ്ടും കാണാം എന്നുള്ള അർത്ഥത്തിൽ ഗുഡ് ഡേ ടു യു, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദെൻ കണ്ടുമുട്ടിയത് വളരെ സന്തോഷം എന്ന് പറഞ്ഞ് പിരിയാറുണ്ട് അല്ലേ? പ്ലീസ് ടു മീറ്റ് യു, ആ ഫ്രേസാണ് യൂസ് ചെയ്യുന്നത്. പ്ലീസ് ടു മീറ്റ് യു, പ്ലീസ് ടു മീറ്റ് യു. താങ്കളെ കണ്ടുമുട്ടിയത് വളരെ സന്തോഷം. ഇനി കുട്ടികളുടെയൊക്കെ അടുത്തുനിന്ന് പോകുന്ന സമയത്തൊക്കെ എങ്ങനെ പറയും? ഗുഡ് ബൈ ചിൽഡ്രൻ, അല്ലെങ്കിൽ ഗുഡ് ബൈ ഫ്രണ്ട്സ്. അങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോകാം. Now we look at respectful greetings. That is a polite way to greet someone respectfully. ബഹുമാനത്തോടെ ആളുകളെ അഡ്രസ്സ് ചെയ്യുന്നതിനാണ് റെസ്പെക്റ്റ്ഫുൾ ഗ്രീറ്റിംഗ്സ് എന്ന് പറയുക. നോക്കൂ, ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാഡം, നമ്മൾ വളരെ റെസ്പെക്റ്റോടുകൂടി. അപ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന മറുപടി? ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ അല്ലേ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഹൗ ആർ യു, ഹൗ ആർ യു. സാധാരണഗതിയിൽ ആ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് അവിടെ മറുപടി വരേണ്ടത്? ഐ ആം ഫൈൻ, താങ്ക് യു. ഹൗ ആർ യു? ഐ ആം ഫൈൻ, താങ്ക് യു. ഹൗ ഡു യു ഡു? ഹൗ ഡു യു ഡു? നീ എങ്ങനെ പോകുന്നു, അല്ലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സുഖമാണോ? ഐ ആം ഡൂയിങ് വെൽ. ഹൗ ഡു യു ഡു? ഹൗ ഡു യു ഡു? ഐ ആം ഡൂയിങ് വെൽ. നൈസ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം തോന്നുന്നു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു മറുപടിയായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക? ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു, ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു, ഇറ്റ്സ് എ പ്ലഷർ ടു മീറ്റ് യു. Then thank you. When someone says thanks to you, then you should say welcome to them. Welcome. എപ്പോഴും ഒരാൾ നന്ദി പറയുമ്പോൾ തിരിച്ച് വെൽക്കം പറയാൻ മടിക്കരുത്. The second type of greetings are informal greetings, അനൗപചാരിക അഭിവാദ്യങ്ങൾ. Informal greetings are friendly and casual expressions used with friends, family, classmates, family members or same age people. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബാംഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ അതേ സെയിം പ്രായത്തിലുള്ളവരോടൊക്കെ സംസാരിക്കുന്ന രീതി, അവരെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയാണ്, അതിനുപയോഗിക്കുന്ന ഗ്രീറ്റിംഗ്സ് ആണ് ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ്. കോമൺ ഇൻഫോർമൽ ഗ്രീറ്റിംഗ്സ് ആർ: ഫസ്റ്റ് വൺ, ഹായ്. ഹായ്, ഹായ് എന്നൊരാളോട് പറയുമ്പോൾ തിരിച്ചു പറയേണ്ടത് ഹലോ, ഹായ്, ഹലോ. ഹേയ് വാട്സപ്പ്, ഹേയ് വാട്സപ്പ്, വാട്സപ്പ്. ഇപ്പോൾ ചോദിക്കുന്നത് വാട്സപ്പ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് വിശേഷം എന്നാണ് ചോദിക്കുക. ഹേയ് വാട്സപ്പ്, ഹേയ് വാട്സപ്പ്. Then what will be the response? Nothing much, nothing much. പ്രത്യേകിച്ചൊന്നുമില്ല. ഹേയ് വാട്സപ്പ്, നത്തിങ് മച്ച്. അപ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട് അല്ലേ, വാട്ട് അബൌട്ട് യു, വാട്ട് അബൌട്ട് യു. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, നിനക്ക് എന്താണ് വിശേഷം? വാട്ട് അബൌട്ട് യു? ഐ എം ഗുഡ്, ഞാൻ നന്നായി പോകുന്നു, ഞാൻ നന്നായി
പോകുന്നു. അല്ല, എനിക്കും നല്ല വിശേഷം തന്നെയാണ്. ദെൻ ഹൗ ആർ യു, ഹൗ ആർ യു, ഹൗ ആർ യു, എങ്ങനെയുണ്ട്, സുഖമാണോ, താങ്കൾക്ക് സുഖമാണോ? എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എനിക്ക് സുഖമാണെന്ന്? ഐ ആം ഫൈൻ, ഐ ആം ഫൈൻ. ഹൗ ഇറ്റ്സ് ഗോയിങ്, ഹൗസ് ഇറ്റ് ഗോയിങ്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു. ഇപ്പോൾ നമുക്ക് എങ്ങനെ തിരിച്ച് മറുപടി പറയാം? ഓൾ ഗുഡ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം നോട്ട് ബാഡ്, അല്ലെങ്കിൽ നമുക്ക് പറയാം മോശമില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രെറ്റി ഗുഡ്, നല്ലതായിട്ട് പോകുന്നു. ഹൗസ് ഇറ്റ് ഗോയിങ്, നോട്ട് ബാഡ്, ഇറ്റ്സ് പ്രെറ്റി ഗുഡ്, ലൈക്ക് ദാറ്റ്. Now we focus on some special situations greetings. When we meet someone for the first time, നമുക്ക് സംഭാഷണത്തിനൊപ്പം പറയാൻ പറ്റുന്ന നല്ലൊരു ഗ്രീറ്റിംഗ്സ് ആണ് നൈസ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം, വളരെ സന്തോഷം. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും എന്ത് ഡയലോഗ് പറയാം? നൈസ് ടു മീറ്റ് യു ടു, നിങ്ങളെയും കണ്ടതിൽ വളരെ സന്തോഷം, നൈസ് ടു മീറ്റ് യു. ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നു, പരിചയപ്പെടുന്നു, അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന നല്ലൊരു വാചകമാണ് നൈസ് ടു മീറ്റ് യു. ദെൻ വെൻ വി മീറ്റ് ആഫ്റ്റർ എ ലോങ് ടൈം, നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ കുറേ കാലമായല്ലോ കണ്ടിട്ട്, എങ്ങനെ ചോദിക്കാം ഇംഗ്ലീഷിൽ? ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. നമ്മൾ വളരെ നാളുകൾക്ക് ശേഷം തമ്മിൽ കാണുകയാണ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. അപ്പോൾ അടുത്ത ചോദ്യം സ്വാഭാവികമായിട്ട് എങ്ങനെയുണ്ടായിരുന്നു, നിനക്ക് ഇതുവരെ എങ്ങനെ ഉണ്ടായിരുന്നു, നിനക്ക് അവിടെ സുഖമായിരുന്നോ? എനിക്ക് സുഖമായിരുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹൗ ഹാവ് യു ബീൻ, ഹൗ ഹാവ് യു ബീൻ. നിനക്കിതുവരെ എങ്ങനെയുണ്ടായിരുന്നു, നിനക്ക് അവിടെ സുഖമായിരുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹൗ ഹാവ് യു ബീൻ. എനിക്ക് സുഖമായിരുന്നു, എങ്ങനെ പറയാം? ഐ ഹാവ് ബീൻ ഗുഡ്, ഐ ഹാവ് ബീൻ ഗുഡ്. ഹൗ ഹാവ് യു ബീൻ, ഐ ഹാവ് ബീൻ ഗുഡ്. ദെൻ വെൽക്കമിങ് സമ്മൺ, എങ്ങനെ നമുക്ക് മറ്റ് ആളുകളെ സ്വാഗതം ചെയ്യാം? പ്രധാന ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത് വെൽക്കം, വെൽക്കം. ഇനി വീട്ടിലേക്ക് നമുക്ക് എങ്ങനെ ക്ഷണിക്കാം? വെൽക്കം ടു മൈ ഹോം, വെൽക്കം ടു മൈ ഹോം, വെൽക്കം ടു മൈ സ്കൂൾ, വെൽക്കം ടു മൈ വില്ലേജ്, ലൈക്ക് ദാറ്റ്. എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരാൾ നമ്മളെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം? താങ്ക് യു, താങ്ക് യു ഫോർ ദി ഇൻവിറ്റേഷൻ. ഓക്കെ. ദെൻ ലിവിങ് ഗുഡ് ബൈ ഗ്രീറ്റിംഗ്സ്. നമുക്കറിയാം, നമ്മളൊരു സംഭാഷണത്തിനൊടുവിൽ അല്ലെങ്കിൽ ആളുകളോടൊക്കെ ഒപ്പമായിരുന്നതിന് ശേഷം നമ്മൾ അവിടുന്ന് വിട പറയുമ്പോൾ നമ്മൾ പറയേണ്ട കുറച്ച് ഗ്രീറ്റിംഗ്സ്. ഗുഡ് ബൈ, ഗുഡ് ബൈ. അപ്പോൾ എന്തായിരിക്കും റെസ്പോൺസ്? ബൈ. സി യു ലേറ്റർ, സി യു ലേറ്റർ. സി യു ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ കാണാം, അല്ലെങ്കിൽ പിന്നീട് കാണാം. സി യു ലേറ്റർ. താങ്ക് യു. ടേക്ക് കെയർ, ടേക്ക് കെയർ, ടേക്ക് കെയർ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ബൈ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. അപ്പോൾ ഈ വാചകങ്ങളൊക്കെ നമ്മൾ സാധാരണ ആളുകളോട് സംസാരത്തിനൊക്കെ ശേഷം പിരിയുമ്പോൾ പറയുന്നതാണ്. ഗുഡ് ബൈ, സി യു ലേറ്റർ, ടേക്ക് കെയർ, ബൈ ബൈ. That's all about the first session, greetings. Then now we move to the next important session, that is pronouns in English. So here I ask a question to you. What is a pronoun? What is a pronoun? Pronoun is a word. It's a word. ഒരു വാക്കാണ് അല്ലേ? That's used instead of a noun to avoid repetition. പ്രൊനൗൺ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മളതിനെ സർവനാമം എന്നാണ് പറയുക. അതായത് നാമത്തിന് പകരം വരുന്ന വാക്ക്, നാമത്തിന് പകരം വരുന്ന വാക്ക്. എന്തിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്? ടു അവോയ്ഡ് റെപ്പിറ്റീഷൻ. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ജോൺ ഈസ് എ ഗുഡ് ബോയ്. He studies well. John is a good boy. He studies well.
ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഇമാജിൻ, ജോൺ ഈസ് എ ഗുഡ് ബോയ്, ജോൺ സ്റ്റഡീസ് വെൽ എന്നായിരുന്നു ആ വാചകമെങ്കിലോ അവിടെ ഒരു റെപ്പിറ്റേഷൻ ഉണ്ട് അല്ലേ? നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഒരു അഫന്യുണ്ട്. എന്താണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്? ജോൺ എന്ന് പറയുന്ന ആ പേര് 2 പ്രാവശ്യം അവിടെ ആവർത്തിച്ചു വരുന്നു അല്ലേ? ജോൺ ഈസ് എ ഗുഡ് ബോയ്, ജോൺ സ്റ്റഡീസ് വെൽ. സോ in order to avoid this repetition, we use pronoun instead of this noun. So here we use he instead of John. ഇപ്പോൾ ജോണിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന സർവനാമമാണ് ഹി. അപ്പോൾ എന്തിനാണ് പ്രൊനൗൺ ഉപയോഗിക്കുക ഇംഗ്ലീഷിൽ? ഇറ്റ്സ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നാമത്തിന് പകരം ഉപയോഗിക്കുന്നു. എന്തിന്? ടു അവോയ്ഡ് റെപ്പിറ്റേഷൻ, ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് പ്രൊനൗൺസ്. സർവനാമങ്ങൾ 9 തരത്തിലുണ്ട്. There are 9 types. First one is personal pronoun. Second one possessive pronoun. Third reflexive pronoun. Then demonstrative pronouns, interrogative pronouns, relative pronouns, indefinite pronouns, distributive pronouns, and the last one is reciprocal pronouns. Now we move to the first one, personal pronouns. Personal pronouns is used to refer to people or things. ഇപ്പോൾ വ്യക്തികളെ സൂചിപ്പിക്കുന്ന അല്ലെ വസ്തുക്കളെ സൂചിപ്പിക്കുന്ന അവയുടെ പകരപ്പേരുകളാണ് പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ കണ്ട ഒരു വാചകം ഉണ്ടായിരുന്നു അല്ലേ? ജോൺ ഈസ് എ ഗുഡ് ബോയ്, ഹി സ്റ്റഡീസ് വെൽ. അവിടെ എന്തുകൊണ്ടാണ് ജോൺ ഈസ് എ ഗുഡ് ബോയ്, ജോൺ സ്റ്റഡീസ് വെൽ എന്ന് പറയാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റിപ്പീറ്റേഷൻ വരും, ആവർത്തനം വരും അല്ലേ? ജോൺ എന്ന് പറയുന്ന ആ ഒരു നൗൺ വീണ്ടും വീണ്ടും റിപ്പീറ്റ് വരും. സോ ഇൻസ്റ്റെഡ് ഓഫ് റിപ്പീറ്റിംഗ് ദിസ് ജോൺ, we use he instead of John. So personal pronouns are words which is used to talk about people or things instead of using their names again and again. അതായത് അവയുടെ പേരുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരാതെ ആ റെപ്പിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പകരപ്പേരുകളാണ് ശരിക്കും എന്ത്? പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയുക. പ്രധാനമായിട്ടും ഇംഗ്ലീഷിലുള്ള 7 പേഴ്സണൽ പ്രൊനൗൺസ് ആണ് ഐ, യു, ഹി, ഷീ, ഇറ്റ്, വി, ദേ. ഇതിൻ്റെയൊക്കെ മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ പരിചിതമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്കൊന്നും കൂടി നോക്കാം. ഐ എന്ന പ്രൊനൗണിൻ്റെ മീനിങ് ഞാൻ എന്നാണ്, ഞാൻ. യു, യുവിന് 2 മീനിങ്ങുകളുണ്ട്, നീ അല്ലെങ്കിൽ നിങ്ങൾ. ഹി, അവൻ. ഷീ, അവൾ. ഇറ്റ്, അത് അല്ലെങ്കിൽ ഇത് എന്നും പറയാറുണ്ട്. ദെൻ വി, നാം, നമ്മൾ, ഞങ്ങൾ എന്നീ അർത്ഥങ്ങളുണ്ട് വിക്ക്. ദെൻ ദൈ, ദൈ എന്ന പ്രൊനൗണിൻ്റെ മീനിങ് അവർ എന്നാണ്. പ്രധാനമായിട്ടും ഈ 7 പേഴ്സണൽ പ്രൊനൗൺസ് ആണ് നമ്മൾ വ്യക്തികളെ അല്ലെങ്കിൽ വസ്തുക്കളുടെ അവരുടെ പേരുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതെ അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന സർവനാമങ്ങൾ. ഇനി ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഐ. ഐയുടെ അർത്ഥം നമുക്കറിയാം, ഞാൻ എന്നാണ്. ഇനി ഞാൻ വളരെ സന്തോഷവാനാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം? ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി. ദെൻ സെക്കൻഡ് വൺ, നീ വൈകി, നീ വൈകി. എങ്ങനെ പറയാം? യു ആർ ലേറ്റ്, യു ആർ ലേറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ വൈകി, യു ആർ ലേറ്റ്. ഹി, ഹി എന്നുള്ളത് അവൻ. ഹീസ് പ്ലേയിങ്, ഹീസ് പ്ലേയിങ്. അവൻ കളിക്കുന്നു. ഹീസ് പ്ലേയിങ് ഫുട്ബോൾ, ഹീസ് പ്ലേയിങ് ക്രിക്കറ്റ്, ഹീസ് പ്ലേയിങ് ക്യാരംസ്, ഹീസ് പ്ലേയിങ് ചെസ്.
ദെൻ ഷീ എന്ന പ്രൊനൗണിൻ്റെ മീനിങ് അവൾ എന്നാണ്. ഷീ ഈസ് സിംഗിങ്, അവൾ പാടുന്നു. ഷീ ഈസ് ഡാൻസിങ്, അവൾ ഡാൻസ് കളിക്കുന്നു, നൃത്തം കളിക്കുന്നു. ഷീ ഈസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ്. ഇറ്റിന് പ്രധാനമായിട്ടും അത്, ഇത് എന്നൊക്കെ പറയാറുണ്ട്. ഇറ്റ് ഈസ് റെയിനിങ്, മഴ പെയ്യുന്നു. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക എന്നെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം ഇറ്റ് ഈസ് റെയിനിങ്. ഇറ്റ് ഈസ് റെയിനിങ്, മഴയാണ്. ഇറ്റ് ഈസ് റെയിനിങ്. ദെൻ വി എന്ന പേഴ്സണൽ പ്രൊനൗണിന് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മീനിങ്ങുകളാണുള്ളത്. നാം എന്ന് പറയാറുണ്ട്, നമ്മളെന്ന് പറയാറുണ്ട്, ഞങ്ങളെന്നും പറയാറുണ്ട്. വി ആർ ഫ്രണ്ട്സ്. 3 രീതിക്ക് നമുക്ക് പറയാം. നാം സുഹൃത്തുക്കളാണ്, നമ്മൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. 3 രീതിക്ക് നമുക്ക് ആ വാചകം പറയാൻ സാധിക്കും. ദെൻ ദേ എന്ന പേഴ്സണൽ പ്രൊനൗണിൻ്റെ മീനിങ് അവർ. ദേ ആർ കമ്മിങ്. രണ്ടിലധികമോ ആളുകൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് ദേ എന്നാണ് പറയുക. ദേ ആർ കമ്മിങ്, അവർ വരുന്നു. ദേ ആർ പ്ലേയിങ്, അവർ കളിക്കുന്നു. ദേ ആർ ഡാൻസിങ്, അവർ നൃത്തം ചെയ്യുന്നു. The next session is object pronouns. നമ്മളിതിന് മുമ്പ് കണ്ടത് സബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഒക്കെ സബ്ജക്റ്റ് പ്രൊനൗൺസ് ആണ്. നമ്മൾ ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് പ്രൊനൗൺസ് പരിചയപ്പെടുകയാണ്. അവരാണ് ഈ പ്രവൃത്തി, ആ പ്രവൃത്തിയുടെ ഫലം സ്വീകരിക്കുന്നവർ. പ്രധാനമായിട്ടും ഒബ്ജക്റ്റ് പ്രൊനൗൺസ് ഏതൊക്കെയാണ്? മീ, യു, ഹിം, ഹെർ, ഇറ്റ്, അസ്, ദം. പിന്നെ ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം. മീ എന്ന ഒബ്ജക്റ്റ് പ്രൊനൗണിൻ്റെ മീനിങ് എന്നെ എന്നാണ്. എന്നെ. യു, നിന്നെ. ഹിം, അവനെ. ഹെർ, അവളെ. ഇറ്റ്, അത്. അസ്, ഞങ്ങളെ. ദം, അവരെ. അപ്പോൾ ഈ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ആണ് ഒബ്ജക്റ്റ് പ്രൊനൗൺസ്. നമുക്ക് ഓരോന്നും ഓരോ ഉദാഹരണങ്ങൾ കൂടി നോക്കാം. എന്നെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി അവൾ എന്നെ വിളിച്ചു, അവൾ എന്നെ വിളിച്ചു. ഷീ കോൾഡ് മീ, ഷീ കോൾഡ് മീ, ഷീ കോൾഡ് മീ. ഞാൻ നിന്നെ കണ്ടു. ഐ സോ യു, ഐ സോ യു. ഞാൻ അവനെ കണ്ടു. ഐ മെറ്റ് ഹിം, അവനെ. അവനെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഹിം യൂസ് ചെയ്തിരിക്കുന്നു. ഐ മെറ്റ് ഹിം. ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു. ഐ ലൈക്ക് ഹെർ, അവളെ. അവളെ, ഹെർ, അവളെ. ഞാൻ അത് തകർത്തു. ഐ ബ്രോക്ക് ഇറ്റ്, ഐ ബ്രോക്ക് ഇറ്റ്, അത്. ദെൻ ഞങ്ങളെ. ഹി ഹെൽപ്ഡ് അസ്, ഹി ഹെൽപ്ഡ് അസ്. അവൻ ഞങ്ങളെ സഹായിച്ചു. അസ് ഇവിടെ ഞങ്ങളെ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഐ ഇൻവൈറ്റഡ് ദം, അവരെ. അവരെ. ദം എന്നുള്ളതിന് ഞാൻ അവരെ ക്ഷണിച്ചു. ഐ ഇൻവൈറ്റഡ് ദം. Now we move to the second type of pronouns, that is possessive pronouns. ആ possessive എന്ന വാക്കിൽ തന്നെയുണ്ട് പൊസഷൻ, ഉടമസ്ഥത, ഷോ ദ ഓണർഷിപ്പ്. ആരുടെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എൻ്റേത്, നിൻ്റേത്, അവൻ്റേത്, അവളുടേത്, അവരുടേത്, നമ്മുടേത്, ഞങ്ങളുടേത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് നമുക്ക് ഒന്ന് നോക്കാം. മൈൻ, എൻ്റേത് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗണാണ് മൈൻ. മൈൻ, MINE. മൈൻ എന്ന് പറഞ്ഞാൽ എൻ്റേത്. യുവേഴ്സ്, യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റേത് അല്ലെങ്കിൽ നിങ്ങളുടേത് എന്നുള്ള അർത്ഥമാണ് വരിക. ഹിസ്, ഹിസ് എന്ന് പറയുമ്പോൾ അവൻ്റേത്, അവൻ്റേത്. ഹെയർസ്, അവളുടേത്. ഇറ്റ്സ്, അതിൻ്റേത് അല്ലെങ്കിൽ ഇതിൻ്റേത് എന്ന് പറയും. ദെൻ അവേഴ്സ്, ഞങ്ങളുടേത്, നമ്മുടേത് എന്നൊക്കെ പറയാറുണ്ട്. ദേഴ്സ്, ദേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടേത്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ഉദാഹരണങ്ങൾ കൂടി നോക്കാം. ഈ പുസ്തകം എൻ്റേതാണ്, ഈ പുസ്തകം എൻ്റേതാണ്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ദിസ് ബുക്ക് ഈസ് മൈൻ, ദിസ് ബുക്ക് ഈസ് മൈൻ.
എൻ്റേതാണ്. ദിസ് ബാഗ് ഈസ് മൈൻ. ദിസ് ടിഫിൻ ബോക്സ് ഈസ് മൈൻ. ദിസ് വാട്ടർ ബോട്ടിൽ ഈസ് മൈൻ. അല്ലേ? ഓക്കെ, ദെൻ യുവേഴ്സ്. യുവേഴ്സ് നിൻ്റേത് അല്ലെങ്കിൽ നിങ്ങളുടേത് എന്നർത്ഥം കിട്ടാൻ വേണ്ടി. ഈ പേന നിൻ്റേതാണ്. ദിസ് പെൻ ഈസ് യുവേഴ്സ്. ദിസ് പെൻ ഈസ് യുവേഴ്സ്. ദിസ് ടിഫിൻ ബോക്സ് ഈസ് യുവേഴ്സ്. ദിസ് ഇറേസർ ഈസ് യുവേഴ്സ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഹിസ്. ഹിസ് എന്ന പ്രൊനൗണിൻ്റെ മീനിങ് അവൻ്റേത് എന്നാണ്. അവൻ്റേത്. ദിസ് ഈസ് ഹിസ് ബാഗ്. ഈ ബാഗ് അവൻ്റെയാണ്. ഇത് അവൻ്റെ ബാഗാണ്. ദിസ് ഈസ് ഹിസ് ബാഗ്. അവളുടേത് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രൊനൗണാണ് ഹേഴ്സ്. ഹേഴ്സ്, HERS, ഹേഴ്സ്. ദിസ് ഡ്രസ് ഈസ് ഹേഴ്സ്. ഈ ഡ്രസ്സ്, ഈ വസ്ത്രം അവളുടേതാണ്. ഈ ഡ്രസ്സ് അവളുടേതാണ്. ഇറ്റ്സ്. ഇറ്റ്സ് അതിൻ്റേത് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. ഇറ്റ്സ്. ദ ഡോഗ് വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. ദ ഡോഗ് വാഗ്ഡ് ഇറ്റ്സ് ടെയിൽ. പട്ടി അതിൻ്റെ വാല് ആട്ടി. അവേഴ്സ്. അവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടേത് അല്ലെങ്കിൽ ഞങ്ങളുടേത് എന്നാണ് പറയുന്നത്. ദിസ് ഹൗസ് ഈസ് അവേഴ്സ്. ദിസ് കാർ ഈസ് അവേഴ്സ്. ദിസ് ഡോഗ് ഈസ് അവേഴ്സ്. ഇത് നമ്മുടെ വീടാണ്. അപ്പം നമ്മുടെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി, ഞങ്ങളുടെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി അവേഴ്സ് എന്ന പ്രൊനൗൺ ഉപയോഗിക്കും. ദെൻ ദേഴ്സ്. ദേഴ്സ് എന്ന പ്രൊനൗണിൻ്റെ മീനിങ് അവരുടേത് എന്നാണ്. അവരുടേത്. That car is theirs. That car is theirs. That house is theirs. അത് അവരുടെ കാറാണ്. അത് അവരുടെ വീടാണ്. Then the third one, the third type of pronoun is reflexive pronoun. Reflexive pronoun that we used when subject and object are the same. അതായത് ഒരാൾ തന്നെ, ഞാൻ തന്നെ എന്നെ, അല്ലെങ്കിൽ നീ തന്നെ നിന്നെ, നിങ്ങൾ തന്നെ അല്ല അവൻ തന്നെ, അവൾ തന്നെ, അത് തന്നെ, നമ്മൾ തന്നെ, ഞങ്ങൾ തന്നെ, അവർ തന്നെ. അതായത് സ്വയം എന്നുള്ള അർത്ഥത്തിൽ ചില കാര്യങ്ങൾ അല്ലേ നമ്മൾ ചെയ്യുന്നത് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ സെയിം ആവുമ്പോൾ അവിടെ നമ്മൾ അത് സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺസ് ആണ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് എന്ന് പറയുക. അപ്പോൾ നമുക്ക് നോക്കാം റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ്. മൈ സെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്, അവർ സെൽഫ്സ്, ദം സെൽഫ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. മൈ സെൽഫ്, ഞാൻ തന്നെ അല്ലെങ്കിൽ എന്നെ തന്നെ എന്നും പറയാറുണ്ട്. ഞാൻ തന്നെ അല്ലെങ്കിൽ എന്നെ തന്നെ. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്നെ തന്നെ പരിക്കേൽപ്പിച്ചു, ഞാൻ എന്നെ തന്നെ മുറിവേൽപ്പിച്ചു. ഐ ഹർട്ട് മൈസെൽഫ്. ഐ ഹർട്ട് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ മുറിവേൽപ്പിച്ചു. യുവർ സെൽഫ്, നീ തന്നെ അല്ലെങ്കിൽ നിന്നെ തന്നെ. നീ നിന്നെ തന്നെ വിശ്വസിക്കണം. നീ തന്നെ നിന്നെ വിശ്വസിക്കണം. ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, യു ഷുഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. യു ഷുഡ് ട്രസ്റ്റ് യുവർ സെൽഫ്. ഹിംസെൽഫ് എന്ന റിഫ്ലെക്സീവ് പ്രൊനൗണിൻ്റെ മീനിങ് അവൻ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. അവൻ തന്നെ അവനെ കുറ്റപ്പെടുത്തി. അവൻ തന്നെ അവനെ കുറ്റപ്പെടുത്തി. ഹി ബ്ലെയിംഡ് ഹിംസെൽഫ്. ഹി ബ്ലെയിംഡ് ഹിംസെൽഫ്. ഇനി അവൾ തന്നെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി റിഫ്ലെക്സീവ് പ്രൊനൗൺ ഹെർ സെൽഫ് ഉപയോഗിക്കുന്നു. ഷി കുക്ക്ഡ് ഇറ്റ് ഹെർ സെൽഫ്. അവൾ തന്നെ അത് പാചകം ചെയ്തു. അവൾ തന്നെ അത് പാചകം ചെയ്തു. ഷി കുക്ക്ഡ് ഇറ്റ് ഹെർ സെൽഫ്. ഇനി ഇറ്റ് സെൽഫ്, അത് തന്നെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി ദ ക്യാറ്റ് ക്ലീൻ ഇറ്റ് സെൽഫ്. പൂച്ച അതിനെ തന്നെ വൃത്തിയാക്കി. പൂച്ച സ്വയം വൃത്തിയാകുന്ന ഒരു ജീവിയാണ് അല്ലേ, മൃഗമാണ്. അപ്പോൾ ദ ക്യാറ്റ് ക്ലീൻഡ് ഇറ്റ് സെൽഫ്. പൂച്ച അതിനെ തന്നെ വൃത്തിയാക്കി. ദെൻ ദ നെക്സ്റ്റ് റിഫ്ലെക്സീവ് പ്രൊനൗൺ ഈസ് അവർ സെൽഫ്സ്. സെൽഫ് അല്ല, അവർ സെൽഫ്സ്. അതായത് നമ്മൾ തന്നെ ഞങ്ങൾ തന്നെ എന്നുള്ള ഒരു അർത്ഥം കിട്ടുകയാണ്. ജോലി നമ്മൾ തന്നെ ചെയ്തു. ജോലി നമ്മൾ തന്നെ ചെയ്തു. ഇങ്ങനെ പറയാം, വി ഡിഡ് ദ വർക്ക് അവർ സെൽഫ്. വി ഡിഡ് ദ വർക്ക് അവർ സെൽഫ്. ദം സെൽഫ്സ്, അവിടെയും ദം സെൽഫ് അല്ല, ദം സെൽഫ്സ്. മീനിങ് അവർ തന്നെ, അവർ തന്നെ. അവർ തന്നെ അവരെ കുറ്റപ്പെടുത്തി. അവർ തന്നെ അവരെ കുറ്റപ്പെടുത്തി. ദേ ബ്ലെയിംഡ് ദം സെൽഫ്സ്. ദേ ബ്ലെയിംഡ് ദം സെൽഫ്സ്.
Fourth type of pronoun is demonstrative pronouns, which is used to point out specific things. വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി, അല്ലേ, അതിൻ്റെ ആ ഒരു എവിടെയാണ് അതിൻ്റെ പൊസിഷൻ എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന pronouns ആണ് ഡെമോൺസ്ട്രേറ്റീവ് pronouns, യൂസ്ഡ് ടു പോയിൻ്റ് ഔട്ട് സ്പെസിഫിക് തിങ്സ്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഡെമോൺസ്ട്രേറ്റീവ് pronouns this, that, these, those. These are the main demonstrative pronouns in English grammar. ഓരോന്നിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ദിസ് എന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണിൻ്റെ അർത്ഥം ഇത് എന്നാണ്. ഇത്, അതായത് അടുത്തുള്ള, നമുക്ക് തൊട്ടടുത്തുള്ള സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദിസ് എന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ് ഉപയോഗിക്കുന്നത്. ഇതെൻ്റെ ബുക്കാണ്, ഇതെൻ്റെ ബുക്കാണ്, ഒരെണ്ണമുള്ള അല്ലേ, അപ്പോൾ അതുകൊണ്ട് സിംഗുലർ ആണ്. ദിസ് ഈസ് മൈ ബുക്ക്, ദിസ് ഈസ് മൈ ബുക്ക്, ദിസ് ഈസ് മൈ ബുക്ക്. ഇനി ദാറ്റ് എന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത് അത് എന്നുള്ളത്, അതായത് നമുക്ക് അടുത്ത് നിന്ന് ഇത്തിരി അകലെയുള്ള, അത് സിംഗുലർ ആണ്. ദാറ്റ് ഈസ് യുവർ ഹൗസ്, ദാറ്റ് ഈസ് യുവർ ഹൗസ്, നമ്മുടെ വീടിനോട് തൊട്ട് ചേർന്നല്ല, കുറച്ച് മാറി. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ പറയുന്നത്, ദാറ്റ് ഈസ് യുവർ ഹൗസ്, അത് നിൻ്റെ വീടാണ്, അത് നിൻ്റെ വീടാണ്. അത് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ. ദെൻ ദീസ്, ദീസ് എന്നത് ഇവ, അതായത് ഒന്നിലധികം ഉള്ള കാര്യങ്ങളെക്കുറിച്ച്, അടുത്തുള്ള ഒന്നിലധികം കാര്യങ്ങളെക്കുറിച്ച്, വസ്തുക്കളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ദീസ് ഉപയോഗിക്കുന്നത്. അർത്ഥം ഇവ എന്നാണ്, ഇവ. ദീസ് ആർ ഫ്രഷ് ഫ്രൂട്ട്സ്, ദീസ് ആർ ഫ്രഷ് ഫ്രൂട്ട്സ്, ഇതൊക്കെ പുതിയ പഴങ്ങളാണ്. ദീസ് ആർ ഫ്രഷ് ഫ്രൂട്ട്സ്. ദെൻ അകലെയുള്ള വസ്തുക്കളെ, ഒന്നിലധികം പ്ലൂറലായിട്ടുള്ള ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ തിങ്സിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ആണ് ദോസ്. ദോസ് എന്ന ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗണിൻ്റെ മീനിങ് അവ എന്നാണ്, അവ. ദോസ് ആർ യുവർ ബുക്സ്, ദോസ് ആർ യുവർ ബുക്സ്, അവ നിൻ്റെ പുസ്തകങ്ങളാണ്. അത് നമ്മുടെ കയ്യെത്തും ദൂരത്തുനിന്ന് കുറേയധികം മാറി ഉള്ള കാണപ്പെടുന്ന വസ്തുക്കൾ, അവയെ സൂചിപ്പിക്കുന്നു, അവയെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുമ്പോഴാണ് ദോസ് ചേർത്ത് പറയുക. ദെൻ fifth one, interrogative pronouns that we use to ask questions. ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സർവനാമങ്ങളുണ്ട് ഇംഗ്ലീഷിൽ. ദാറ്റ് ഈസ് interrogative pronouns. Main interrogative pronouns in English grammar are who, whom, whose, what, which. ഓരോന്നിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഹു എന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗണിൻ്റെ മീനിങ് ആര്. അതിവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, അതായത് ആരാണ് എന്നുള്ള അർത്ഥത്തിലാണ്. ഫോർ എക്സാമ്പിൾ, ഹു ബ്രോക്ക് ദ വിൻഡോ, ഹു ബ്രോക്ക് ദ വിൻഡോ, ആരാണ് ജനൽ. അപ്പോൾ ആളിനെ അല്ലെങ്കിൽ ആരാണ് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് അവിടെ പറയുക. ആരാണ് ജനൽ പൊട്ടിച്ചു, ഹു ബ്രോക്ക് ദ ഡോർ, ഹു ബ്രോക്ക് ദി വിൻഡോ. ദെൻ ദ സെക്കൻഡ് വൺ, ഹൂം, ആരെ എന്നുള്ള അർത്ഥത്തിൽ ഒബ്ജക്റ്റ് ആയിട്ടാണ്. അതായത് ആരിലേക്കാണ് ആ പ്രവൃത്തി ചെല്ലുക, അത് അവരെ ഉദ്ദേശിച്ചാണ് ഹൂം എന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുക. നീ ആരോടാണ് സംസാരിക്കുന്നത്, ഹൂം ആർ യു ടോക്കിംഗ് ടു, ഹൂം ആർ യു ടോക്കിംഗ് ടു, നീ ആരോടാണ് സംസാരിക്കുന്നത്. ദെൻ ഇംഗ്ലീഷിൽ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ഹൂസ് എന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുന്നത് ഉടമസ്ഥതയെ സൂചിപ്പിക്കാൻ, ആരുടെ, ആരുടെ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി. ഹൂസ്, ഹൂസ് ബുക്ക് ഈസ് ദിസ്, ഹൂസ് ബുക്ക് ഈസ് ദിസ്, ഇത് ആരുടെ പുസ്തകമാണ്, ഹൂസ് ബുക്ക് ഈസ് ദിസ്. ഇനി വാട്ട് എന്ന് പറയുന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ മീനിങ് എന്ത് എന്നുള്ളതാണ്. അത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും വസ്തുക്കളെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച്, ആശയങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാനാണ്. വസ്തുക്കളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ഒക്കെ ചോദിക്കാൻ വേണ്ടിയാണ് വാട്ട് എന്ന് പറയുന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കുക. നിൻ്റെ പേരെന്താണ്, ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, വാട്ട്സ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം. ദെൻ നെക്സ്റ്റ് വൺ, വിച്ച്. വിച്ച് എന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗണിൻ്റെ മീനിങ് ഏത് എന്നാണ്, ഏത്. അവിടെ എന്താണ് ഉപയോഗിക്കുക, അതായത് ഓപ്ഷൻസ് ഉള്ള, ചോയ്സ് ഉള്ളപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി. വിച്ച് ഈസ് യുവർ ബാഗ്, വിച്ച് ഈസ് യുവർ ബാഗ്, ദ ഓപ്ഷൻസ് ആർ ദേർ. സോ വിച്ച് ഈസ് യുവർ, നിൻ്റെ ബാഗ് ഏതാണ്,
ഇതിൽ നിൻ്റെ ബാഗ് ഏതാണ്. അപ്പോൾ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് വിച്ച് എന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ഉപയോഗിക്കും. Then the sixth one, relative pronouns. Relative pronouns are used to connect clauses and refer to a noun. ഇപ്പോൾ റിലേറ്റീവ് ക്ലോസസ് പ്രധാനമായിട്ടും ഉപയോഗിക്കുക ഈ ക്ലോസുകളെ സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഒരു നാമത്തെക്കുറിച്ച് പറയാനും പ്രത്യേകമായിട്ട് പരാമർശിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പ്രധാനമായിട്ടും ഇംഗ്ലീഷിലുള്ള റിലേറ്റീവ് പ്രൊനൗൺസ് ഹൂ, ഹും, വിച്ച്, ദാറ്റ്, ഹൂസ്. ഇപ്പോൾ ഹൂ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ആര് അല്ലെങ്കിൽ ആ ആളിനെ കുറിച്ച് പറയുമ്പോഴാണ്, അവിടെ സബ്ജക്റ്റ് പാർട്ടിൽ പറയുമ്പോഴാണ് ഹൂ ചേർത്ത് പറയുക. ദ ബോയ് ഹൂ ഈസ് റണ്ണിങ് ഈസ് മൈ ഫ്രണ്ട്. ആ ഓടുന്ന ആൾ എൻ്റെ സുഹൃത്താണ്. ആ ഓടുന്ന ആളിൻ്റെ സുഹൃത്താണ് ഹൂ. ഇനി ആളുകളെക്കുറിച്ചൊക്കെ പറയാം. ആളുകളെക്കുറിച്ച് ഒബ്ജക്റ്റ് എന്നുള്ള രീതിക്ക് ദ ഗേൾ ഹൂം ഐ കോൾ ഡിഡിൻറ്റ് ആൻസർ. ഞാൻ വിളിച്ച പെൺകുട്ടി എനിക്ക് മറുപടി തന്നില്ല. ദെൻ വിച്ച്, അവിടെ ഏത് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇത്, അതായത് വസ്തുക്കൾ, ഇവിടെ വസ്തുക്കളെക്കുറിച്ച് അല്ലെങ്കിൽ മൃഗങ്ങളെക്കുറിച്ച്, തിങ്സ്, ആനിമൽസ്, അതിനെക്കുറിച്ചൊക്കെ പറയുകയാണ് വിച്ച് ചേർത്ത് പറയുക. ദെൻ ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഐ ബ്രോട്ട് യെസ്റ്റർഡേ. ദിസ് ഈസ് ദ ബുക്ക് വിച്ച് ഐ ബ്രോട്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വാങ്ങിയ പുസ്തകം ഇതാണ്. ഞാൻ ഇന്നലെ വാങ്ങിയ പുസ്തകം ഇതാണ്. ദ നെക്സ്റ്റ് വൺ, ദാറ്റ്. ദാറ്റ് എന്ന റിലേറ്റീവ് പ്രൊനൗണിൻ്റെ മീനിങ് അത്, അതായത് ആളുകൾക്ക് വേണ്ടി പറയാറുണ്ട്, വസ്തുക്കൾക്ക് വേണ്ടി പറയും. ഇത് രണ്ടിനും കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ദ കാർ ദാറ്റ് ഐ ലൈക്ക്. ദാറ്റ് ഈസ് ദ കാർ ദിസ് ഈസ് ദ കാർ ദാറ്റ് ഐ ലൈക്ക്. ഞാൻ ഇഷ്ടപ്പെടുന്ന കാർ ഇതാണ്. അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ കാർ ദാറ്റ് ഐ ലൈക്ക്, ദാറ്റ് മീൻസ് ഞാൻ ഇഷ്ടപ്പെടുന്ന കാർ അതാണ്. ഓക്കെ. ദെൻ ഹൂസ്. ഹൂസ് എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊനൗണിൻ്റെ മീനിങ് ആരുടെ എന്നുള്ളത്, അത് ഉടമസ്ഥത കാണിക്കാൻ വേണ്ടിയാണ്. ആ ചുവന്ന മേൽക്കൂരയുള്ള വീട് മനോഹരമാണ്. അപ്പോൾ അത് ഉടമസ്ഥത കാണിക്കാം. ദ ഹൗസ് ഹൂസ് റൂഫ് ഈസ് റെഡ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ദ ഹൗസ് ഹൂസ് റൂഫ്, ആ വീടിൻ്റെ, ദ ഹൗസ് ഹൂസ് റൂഫ് ഈസ് റെഡ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. Now the seventh one, indefinite pronouns, which we use to refer to non-specific people or things. അതായത് നമുക്ക് പ്രത്യേകമായിട്ട് അറിയില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചോ വസ്തുവിനെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചൊക്കെ പറയാൻ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഇംഗ്ലീഷ് ഗ്രാമറിൽ സംവൺ, സംതിങ്, എവരിവൺ, നത്തിങ് ആൻഡ് എനിവൺ. ഇതൊക്കെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പീപ്പിൾ ഓർ തിങ്സ് അതിനെയാണ് സൂചിപ്പിക്കുക. നമുക്കതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. സംവൺ, ആരോ എന്നുള്ള അർത്ഥമാണ് സംവൺ. നമുക്ക് അറിയത്തില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ച് സൂചിപ്പിക്കാൻ, അൺനോൺ പേഴ്സൺ അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുവാൻ വേണ്ടി സംവൺ എന്ന പ്രൊനൗൺ ഉപയോഗിക്കുക, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ആരോ നിന്നെ വിളിക്കുന്നു, എങ്ങനെ പറയാം? സമൺ ഈസ് കോളിങ് യു. സമൺ ഈസ് കോളിങ് യു. നെക്സ്റ്റ് വൺ, സംതിങ്. സംതിങ് എന്ന റിലേറ്റീവ് ഇൻഡെഫിനിറ്റ് പ്രൊനൗണിൻ്റെ മീനിങ് എന്തോ എന്നാണ്. എന്തോ, അതായത് അറിയാത്ത ഒരു കാര്യം അല്ലെങ്കിൽ അറിയാത്ത ഒരു വസ്തു അതിനെക്കുറിച്ച് പറയുന്നത് സൂചിപ്പിക്കാനാണ്. ബാഗിൽ എന്തോ ഉണ്ട്. ദർ ഈസ് സംതിങ് ഇൻ ദ ബാഗ്. ദർ ഈസ് സംതിങ് ഇൻ ദ ബാഗ്. എവരിവൺ. എവരിവൺ എന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗണിൻ്റെ മീനിങ് എല്ലാവരും, അതായത് എല്ലാ ആളുകളെയും ഒരുമിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എവരിവൺ എന്ന പ്രൊനൗൺ ഉപയോഗിക്കുക. എല്ലാവരും സന്തോഷത്തിലാണ്. എല്ലാവരും സന്തോഷം. എവരിവൺ ഈസ് ഹാപ്പി. എവരിവൺ ഈസ് ഹാപ്പി. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിൽ നെക്സ്റ്റ് വൺ, നത്തിങ്. നത്തിങ് എന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗണിൻ്റെ മീനിങ് ഒന്നുമില്ല എന്നുള്ളതാണ്. ഒന്നുമില്ല. ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നത്തിങ് ചേർത്ത് പറയാം. ഐ ഹാവ് നത്തിങ് ടു സേ. ഐ ഹാവ് നത്തിങ് ടു സേ. എനിക്ക് പറയാനൊന്നുമില്ല. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാചകമാണ് അല്ലേ, എനിക്ക് പറയാനൊന്നുമില്ല. ഐ ഹാവ് നത്തിങ് ടു സേ. ദെൻ എനിവൺ ഇൻഡെഫിനിറ്റ് പ്രൊനൗണിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ്. ആരെങ്കിലും എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടി എനിവൺ. ഏതെങ്കിലും ഒരു വ്യക്തിനെ ആവാം. അത് കൂടുതലും നെഗറ്റീവ് സെൻറ്റൻസിലാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഈസ് എനിവൺ ദെയർ? അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈസ് എനിവൺ ഹിയർ? അപ്പോൾ ഈ ആരെങ്കിലും എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് ഈ എനിവൺ എന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ യൂസ് ചെയ്യുക.
Then, eighth one, distributive pronoun that we used to refer to members of a group individually. അതായത് ഓരോ ഓരോ ഗ്രൂപ്പിലെ ഓരോ വ്യക്തി അല്ലെ വസ്തുവിനെയൊക്കെ പ്രത്യേകമായിട്ട് എടുത്ത് സൂചിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊനൗണാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ. ഇംഗ്ലീഷിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ്? ഈച്ച്, ഐദർ, നൈദർ. പ്രധാനപ്പെട്ടതാണ് ഈച്ച്, ഐദർ, നൈദർ. നമുക്ക് മീനിങ് നോക്കാം. ഈച്ച് എന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗണിൻ്റെ മീനിങ് ഓരോന്നും അല്ലെങ്കിൽ ഓരോരുത്തരും എന്നർത്ഥം. അതായത് ഒരു ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയെയും വസ്തുവിനെയും പ്രത്യേകം സൂചിപ്പിക്കാൻ, ഒരു ഗ്രൂപ്പിലെ ഓരോ വ്യക്തിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയും പ്രത്യേകം സൂചിപ്പിക്കാൻ വേണ്ടി ഈച്ച് എന്ന ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ ഉപയോഗിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഓരോ വിദ്യാർത്ഥിക്കും ഒരു പുസ്തകമുണ്ട്. ഈച്ച് സ്റ്റുഡൻറ്റ് ഹാസ് എ ബുക്ക്. അപ്പോൾ അതായത് ഗ്രൂപ്പിൽ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് ഈച്ച് എന്ന ആ പ്രൊനൗൺ ഉപയോഗിക്കുക. ദെൻ ഐദറിൻ്റെ അർത്ഥം രണ്ടിലേതെങ്കിലും ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് രണ്ടാളുകളിലോ വസ്തുക്കളിലോ ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഐദർ എന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ രണ്ടിലേതെങ്കിലും ഒന്ന് ശരിയാണ്. ഐദർ ഓഫ് ദി ആൻസേഴ്സ് ഈസ് കറക്റ്റ്. എന്ന് പറഞ്ഞാൽ രണ്ട് ആൻസറും കറക്റ്റാണെന്നല്ല അതിൻ്റെ അർത്ഥം. രണ്ടിലേതെങ്കിലും ഒന്ന് ശരിയാണ്. ഐദർ ഓഫ് ദി ആൻസേഴ്സ് ഈസ് കറക്റ്റ്. ദെൻ നൈദർ, രണ്ടിലും ഒന്നുമില്ല, അതായത് രണ്ടും ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. അത് രണ്ടാളുകളിലോ വസ്തുക്കളിലോ ഒന്നുമല്ല എന്ന് പറയാനുള്ള ഒരു രീതിക്ക്, ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ. രണ്ടുപേരും വന്നില്ല. നൈദർ ഓഫ് ദം കെയിം. അത് രണ്ടും ഇല്ല എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. Then the last one among the pronouns are reciprocal pronouns which show mutual action. പ്രധാനപ്പെട്ട, അതായത് പരസ്പരമുള്ള ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ബന്ധത്തെ കാണിക്കാൻ വേണ്ടി പറയുന്ന റെസിപ്രോക്കൽ പ്രൊനൗൺസ് ആണ് ഈച്ച് അതർ എന്നും വൺ അനദർ എന്നും. ഈച്ച് അതർ എന്ന റെസിപ്രോക്കൽ പ്രൊനൗണിൻ്റെ മീനിങ് തമ്മിൽ അല്ലെങ്കിൽ ഒരുമിച്ച്, തമ്മിൽ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അതായത് രണ്ടാളുകൾക്കിടയിലുള്ള ആ ഒരു റിലേഷൻ, അടുപ്പം, അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഈച്ച് അതർ ഉപയോഗിക്കും രണ്ട് ആളുകൾക്കിടയിൽ. ഫോർ എക്സാമ്പിൾ, നാം തമ്മിൽ ബഹുമാനിക്കണം. വി ഷുഡ് റെസ്പെക്ട് ഈച്ച് അതർ. രണ്ട് പേര് തമ്മിൽ ഉള്ള കാര്യങ്ങളാണ്. വി ഷുഡ് റെസ്പെക്ട് ഈച്ച് അതർ. വൺ അനദർ എന്ന് പറഞ്ഞാൽ തമ്മിൽ, പരസ്പരം എന്നൊക്കെയാണ്. അതായത് രണ്ടിലധികം പേര് വരുന്ന ആളുകൾക്കിടയിലുള്ള ആ ഒരു പരസ്പര ബന്ധം, അതിനെയൊക്കെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി വരുന്ന വാക്കുകളാണ് വൺ അനദർ ചേർത്ത് പറയുക. നാം പരസ്പരം പിന്തുണയ്ക്കണം. ഇപ്പോൾ ഒരു ടീമൊക്കെ ആകുമ്പോൾ ക്യാപ്റ്റനൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, അപ്പോൾ നമ്മൾ പരസ്പരം സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ പറയാം ഇംഗ്ലീഷിൽ, വി മസ്റ്റ് സപ്പോർട്ട് വൺ അനദർ. All right, students, we have come to the end of today's class. Today we learned greetings. അഭിവാദനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. There are two types, formal greetings and informal greetings. Then we learned how to speak politely with teachers and elders. Then we learned pronouns in English and its types, examples, സർവനാമങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും എത്ര തരമുണ്ടെന്നും അതിൻ്റെ വിവിധ ഉദാഹരണങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. സോ പ്രാക്ടീസ് ഡെയിലി ടു സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ്ലി. അപ്പോൾ ദിവസേന നിങ്ങൾ ഇതൊക്കെ അഭ്യസിച്ചാൽ, പ്രാക്ടീസ് ചെയ്താൽ, ഈ വാചകങ്ങളൊക്കെ വീണ്ടും വീണ്ടും കണ്ട് പഠിച്ചാൽ നിങ്ങൾക്കത് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുവാനും നന്നായിട്ട് എഴുതുവാനും ഒക്കെ സാധിക്കും. So thank you everyone. See you the next class.